ബിഗ് ബോസ് സീസൺ 7 ആരംഭിച്ചപ്പോൾ രാവിലെ വന്നിട്ട് എന്നും ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്ന അനീഷ് ഇപ്പൊ സുപ്രഭാതം പറയുന്നു. അത് അനീഷിന്റെ മലയാളം വാക്കുകളോടുള്ള ഒരു പ്രിയമൊന്നല്ല, അതൊരു തരം സ്ട്രാറ്റജിയാണ്. ഇത് പറയുന്നത് വേറെ ആരല്ല, അക്ബറാണ്. അക്ബറിന് എന്താണ്, അക്ബർ അതിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. ഒരാൾക്ക് അവിടെ സ്ട്രാറ്റജി മാറ്റി കളിക്കാം. അത് ആദ്യം ഗുഡ് മോർണിംഗ് പറഞ്ഞു, പിന്നെ അദ്ദേഹത്തിന് തോന്നി അത് വേണ്ട, സുപ്രഭാതം എല്ലാവരും പറയുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് എനിക്ക് സുപ്രഭാതം പറയണമെന്ന് ആഗ്രഹം അദ്ദേഹം പറയുന്നു. അതിപ്പോൾ അദ്ദേഹത്തിന് സ്ട്രാറ്റജി ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് അക്ബറിന് ഇത്ര വിഷമം? അക്ബർ പറയുന്നത് ഗുഡ് മോർണിംഗ് തന്നെ പറയണം എന്നാണ് പറയുന്നത്. ആര്യനാണ് അനീഷിനേക്കാളും കൂടുതൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലെ മലയാളത്തിനെ കൂടുതൽ സ്നേഹിക്കുന്നതും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ആര്യനാണെന്നാണ് അക്ബറിന്റെ കണ്ടെത്തല്. ജിസേൽ ഉണ്ടായിരുന്ന സമയത്ത് ആര്യൻ എപ്പോഴും ഹിന്ദിയും ഇംഗ്ലീഷുമാണ് കൂടുതൽ സംസാരിച്ചിരുന്നത്. അതിൽ നന്നായിട്ട് മലയാളം പറയുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. ഒരു പഞ്ചാബി ആയിട്ടുള്ള ഒരാൾ കേരളത്തിൽ വളർന്നു വന്ന ഒരാൾക്ക് അത് മലയാളം നല്ലപോലെ പറയാൻ പറ്റും. അതേ ജിസയിൽ എവിടെയാണ് പഞ്ചാബിൽ വന്നു, ഡൽഹി, ബോംബെ അവിടെയൊക്കെ വന്ന് താമസിച്ചതുകൊണ്ട് അവർക്ക് കൂടുതൽ കംഫർട്ടബിൾ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഏതാണ്? ഹിന്ദി, ഇംഗ്ലീഷുമാണ്. മലയാളം തീരെ അറിയില്ല. അത്രേ ഉള്ളൂ. ഇത് നേരെ ഉൾട്ടയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആര്യനാണ് അനീഷിനേക്കാളും കൂടുതൽ മലയാളത്തെ പ്രൊമോട്ട് ചെയ്യുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിസം, ഒരു ഫ്രണ്ട്ഷിപ്പിനോടുള്ള ഒരു ഇതൊക്കെ കാണിക്കുന്നതെങ്കിൽ മനസ്സിലായി. എപ്പോഴും ആര്യനോടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ അക്ബർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അക്ബറിന്റെ ഗെയിം തന്നെയാണ് അവിടെ വിലയിരുത്തപ്പെടുന്നതും താഴെ പോകുന്നതും. ആര്യനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് എന്താണ് അക്ബറിന്റെ നേട്ടം ഉണ്ടാവുന്നത്? അക്ബർ ഒറ്റയ്ക്ക് നിന്ന് കളിക്ക് ജയിക്കണം. ഇതിവിടെ അനീഷ് ഇപ്പൊ സുപ്രഭാതം പറഞ്ഞു എന്നുള്ളതിന് അക്ബർ അത്ര വലിയ ഒരു കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ലാലേട്ടൻ പറഞ്ഞ പോലെ സുപ്രഭാതമും എന്ന് പറയുന്നതും ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അത് ഒരെണ്ണം ഇംഗ്ലീഷ് ആയിരുന്നേ ഉള്ളൂ. ബിഗ് ബോസ് മലയാളം സീസണിൽ മലയാളം സംസാരിക്കണം എന്നതുകൊണ്ട് എല്ലാ വാക്കുകളും മലയാളം ഉച്ചരിക്കുന്ന ഒരു വ്യക്തി ഒന്നല്ലല്ലോ അനീഷും. അനീഷ് ഇടയ്ക്ക് ഇംഗ്ലീഷൊക്കെ പറയുന്നില്ലേ? പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. അദ്ദേഹത്തിന്റെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു വാക്ക് സുപ്രഭാതം പറയുന്നു. അതിലൊരു തെറ്റില്ല. അതിന് അക്ബറിന് ഇത്രയും വലിയ ഒരു വിഷമം ഉണ്ടാവേണ്ട ആവശ്യം ഇല്ല. അതായത് മലയാളികളെ സോപ്പിടാൻ വേണ്ടിയിട്ടാണ്, മലയാളത്തിന് ഒരുപാട് കള്ളത്തരത്തിൽ കൂടെ മലയാളത്തിന് പ്രൊമോട്ട് ചെയ്യാണ്, ഇതൊക്കെ പറയേണ്ട ആവശ്യം അക്ബറിന്. അങ്ങനെയാണ് അക്ബർ വന്ന പോലെയാണ് ഇപ്പോൾ കളിക്കുന്നത്. അപ്പാനെയും മറ്റുള്ള കണ്ടസ്റ്റൻസും ഒപ്പം ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്ന സമയത്ത് അക്ബർ എങ്ങനെയാണ് കളിച്ചിട്ടുള്ളത്? അക്ബർ കളിച്ചിട്ടുള്ളത് എന്താ പറയുക, നമ്മൾ പറയില്ലേ സ്കൂളിലൊക്കെ ഭയങ്കരമായിട്ട് കുറുമ്പുള്ള കുറേ ചെക്കന്മാർ, അതായത് വെറുപ്പിക്കുന്ന തരത്തിലുള്ള ചെക്കന്മാർ, അതേപോലെ ഒരു ഗെയിമായിരുന്നു. പക്ഷെ ഇപ്പം അക്ബർ കളിക്കുന്നത് എങ്ങനെയാണ്? വളരെ മാന്യനായിട്ട് ആവശ്യമുള്ള സമയത്ത് മാത്രം സംസാരിക്കുന്നു, പ്രതികരിക്കുന്നു. അങ്ങനെ വളരെ മാന്യനായി. ആദ്യം വന്ന അവസരത്തിൽ അതല്ലായിരുന്നു. എല്ലാവരും എന്താണ് ഹറാസ് ചെയ്യുന്നു, അവരെല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ട് പാട്ടുകൾ എഴുതുന്നു, അത് നിറഞ്ഞു നിൽക്കുന്നു. അതിന് കൂടെ കൈയടിക്കാൻ കുറേ പിൻഗാമികളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അക്ബർ അങ്ങനെ നിന്ന് ഇപ്പം അക്ബർ സ്ട്രാറ്റജി മാറ്റിയില്ലേ. അപ്പം അതേപോലെ തന്നെയാണ് അനീഷിനും. അവിടെ വന്നിട്ടുള്ള ഓരോ കണ്ടസ്റ്റൻസിനും അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ സ്ട്രാറ്റജി മാറ്റാം, ഫ്രണ്ട്ഷിപ്പ് മാറ്റാം, പുറകിൽ നിന്ന് കുത്താം, വേണമെങ്കിൽ അവരെ കുറിച്ച് 4 തെറിയും പറയാം.